പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ലോത്തിൻ്റെ സമ്പത്ത് മടക്കി കിട്ടിയ സ്ഥലം ഏത്? ഉത്തരം ഹോബ. ഉൽപ്പത്തി 14 മുതൽ 16 വരെ. ക്വസ്റ്റ്യൻ: അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ മക്കൾ എത്ര? ഉത്തരം 12. ഉൽപ്പത്തി 22 മുതൽ 24 വരെ. ക്വസ്റ്റ്യൻ: സാറായുടെ മരണശേഷം അബ്രഹാം എത്ര വർഷം കൂടി ജീവിച്ചിരുന്നു? ഉത്തരം 38 വർഷം. ഉൽപ്പത്തി 23:1, 25:7. ക്വസ്റ്റ്യൻ: ന്യായം വിധിക്കേണ്ടതിന് ശലോമോൻ ആസ്ഥാന മണ്ഡപമായി പണിത മണ്ഡപം ഏത്? ഉത്തരം സിംഹാസന മണ്ഡപം. 1 രാജാക്കന്മാർ 7:7. ക്വസ്റ്റ്യൻ: സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കുന്നവർക്ക് എന്താണ് ഉള്ളത്? ഉത്തരം നല്ല മനസ്സാക്ഷി. എബ്രായർ 13:8. ക്വസ്റ്റ്യൻ: തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ചുരുൾ കണ്ടത് ആര്? ഉത്തരം സെക്കര്യാവ്. 5:1. ക്വസ്റ്റ്യൻ: ഒരു പ്രകൃതിക്ഷോഭത്തിന് 2 വർഷം മുമ്പ് ഇസ്രായേലിനെക്കുറിച്ച് ദർശനം കണ്ടത് ആര്? ഉത്തരം ആമോസ്. 1:1. ക്വസ്റ്റ്യൻ: നിനവേ പുരാതനമേ എന്തുപോലെയായിരുന്നു? ഉത്തരം ജലാശയം. നഹൂം 2:8. ക്വസ്റ്റ്യൻ: ഏശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ കയറിച്ചെല്ലുന്ന പർവ്വതം? ഉത്തരം സിയോൻ പർവ്വതം. ഓബദ്യാവ് 1:21. ക്വസ്റ്റ്യൻ: സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് പ്രവാചകനോട് അടുത്തു വന്ന പുരുഷൻ? ഉത്തരം ഗബ്രിയേൽ. ദാനിയേൽ 9:21. ക്വസ്റ്റ്യൻ: ശലോമോൻ രാജാവ് തൻ്റെ പല്ലക്കിൻ്റെ ഇരിപ്പിടം ഏതു വസ്തു കൊണ്ടാണ് നിർമ്മിച്ചത്? ഉത്തരം രക്താംബരം. ഉത്തമഗീതം 3:10. ക്വസ്റ്റ്യൻ: ലോത്തിനോട് എങ്ങനെ ഓടാനാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം ബദ്ധപ്പെട്ട്. ഉൽപ്പത്തി 19:22. ക്വസ്റ്റ്യൻ: പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തൻ്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചത് ആര്? ഉത്തരം യെഹിസ്കിയാവ്. 2 ദിനവൃത്താന്തം 32:3. ക്വസ്റ്റ്യൻ: ജ്ഞാനത്തിൻ്റെ ഉറവ് എന്തുപോലെയാകുന്നു? ഉത്തരം ഒഴുക്കുള്ള തോടുപോലെ. സദൃശവാക്യങ്ങൾ 18:4. ക്വസ്റ്റ്യൻ: സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭു ആരാണ്? ഉത്തരം മീഖായേൽ. ദാനിയേൽ 12:1. ക്വസ്റ്റ്യൻ: ദൈവം ആദ്യമായി അനുഗ്രഹിച്ചത് ആരെയാണ്? ഉത്തരം പറവജാതികളെ. ഉൽപ്പത്തി 1:22. ക്വസ്റ്റ്യൻ: ഇസ്മായേലും ഇസ്ഹാക്കും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? ഉത്തരം 14. ഉൽപ്പത്തി 16:16, 21:5. ക്വസ്റ്റ്യൻ: വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് രാജാവായ വ്യക്തി ആരാണ്? ഉത്തരം അബീമേലെക്ക്. ന്യായാധിപന്മാർ 9:6. ക്വസ്റ്റ്യൻ: കോട്ടയുടെ അധിപനായ ഒരാളെ നെഹമ്യാവ് യെരുശലേമിന് അധിപതിയായി നിയമിച്ചു. ആരെ? ഉത്തരം ഹനന്യാവിനെ. നെഹമ്യാവ് 7:2. ക്വസ്റ്റ്യൻ: വിശ്രമപുരുഷൻ ആര്?
ഉത്തരം ശലോമോൻ. 1 ദിനവൃത്താന്തം 22:9. ക്വസ്റ്റ്യൻ: എന്താണ് മനുഷ്യന് ഭാരമായിരിക്കുന്നത്? ഉത്തരം മനുഷ്യൻ്റെ അരിഷ്ടത. സഭാപ്രസംഗി 8:6. ക്വസ്റ്റ്യൻ: മർത്യൻ്റെ ജീവകാലം ആരുടെ ജീവകാലത്തിന് തുല്യമാണ്? ഉത്തരം കൂലിക്കാരൻ്റെ. ഇയ്യോബ് 7:1. ക്വസ്റ്റ്യൻ: പൗലോസിൻ്റെ തുല്യചിത്തനായിരുന്ന വ്യക്തി ആര്? ഉത്തരം തിമത്തിയോസ്. ഫിലിപ്പിയർ 2:19-20. ക്വസ്റ്റ്യൻ: നീ ഈ ചെയ്തത് എന്ത്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം യഹോവ ഹവ്വയോട്. ഉൽപ്പത്തി 3:13. ക്വസ്റ്റ്യൻ: വിജാഗിരി പോലെയുള്ള മനുഷ്യൻ ആരാണ്? ഉത്തരം മടിയൻ. സദൃശവാക്യങ്ങൾ 26:14. ക്വസ്റ്റ്യൻ: കയ്പുള്ളതൊക്കെയും മധുരമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം വിശപ്പുള്ളവന്. സദൃശവാക്യങ്ങൾ 27:7. ക്വസ്റ്റ്യൻ: നീതിമാന്മാർക്ക് പ്രതിഫലമായി വരുന്നത് എന്ത്? ഉത്തരം നന്മ. സദൃശവാക്യങ്ങൾ 13:21. ക്വസ്റ്റ്യൻ: യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ ശേഖരിച്ചു വെച്ചത് എന്ത്? ഉത്തരം ധാന്യം. ഉൽപ്പത്തി 41:49. ക്വസ്റ്റ്യൻ: സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞ് യുദ്ധരക്തം തൻ്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയത് ആര്? ഉത്തരം യോവാബ്. 1 രാജാക്കന്മാർ 2:5. ക്വസ്റ്റ്യൻ: കൂലിക്ക് വാങ്ങിയ വീട്ടിൽ എത്ര സംവത്സരം പൗലോസ് പാർത്തു? ഉത്തരം 2 സംവത്സരം. അപ്പോസ്തലപ്രവൃത്തികൾ 28:29. ക്വസ്റ്റ്യൻ: ദൈവം നിന്നെ അടിക്കും എന്ന് പൗലോസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം മഹാപുരോഹിതനായ അനന്യാസിനോട്. അപ്പോസ്തലപ്രവൃത്തികൾ 23:3. ക്വസ്റ്റ്യൻ: പൗലോസിന് ഭ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞതാര്? ഉത്തരം ഫെസ്തോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 26:24. ക്വസ്റ്റ്യൻ: മുറ പട്ടണം എവിടെയാണ്? ഉത്തരം ലുക്കിയയിൽ. അപ്പോസ്തലപ്രവൃത്തികൾ 27:5. ക്വസ്റ്റ്യൻ: ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പൗലോസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം അഗ്രിപ്പ രാജാവിനോട്. അപ്പോസ്തലപ്രവൃത്തികൾ 26:19. ക്വസ്റ്റ്യൻ: നാം ദയയിൽ നിലനിന്നാൽ എന്ത് ലഭിക്കും? ഉത്തരം ദയ. റോമർ 11:22. ക്വസ്റ്റ്യൻ: പൗലോസിനെ പിടിപ്പാൻ ഇച്ഛിച്ചതാര്? ഉത്തരം ദമസ്കോസിലെ അരേദ രാജാവിൻ്റെ നാടുവാഴി. 2 കൊരിന്ത്യർ 11:32. ക്വസ്റ്റ്യൻ: ബെയോരിൻ്റെ പുത്രനും ഏദോമിൽ രാജാവും ആയിരുന്ന ബേലയുടെ പട്ടണത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ദിൻഹാബ. ഉൽപ്പത്തി 36:32. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതാരെയാണ്? ഉത്തരം തീത്തോസിനെ. 2 കൊരിന്ത്യർ 7:14-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: 239 വർഷങ്ങൾ ജീവിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 പേർ. ഉത്തരം പേലെഗ്, രയു. ഉൽപ്പത്തി 11:18-21 വരെ. ക്വസ്റ്റ്യൻ: 4 അക്ഷരവാക്ക്. ആദ്യത്തെ 2 അക്ഷരം മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം. അവസാന 2 അക്ഷരം പാറയെ തകർക്കുന്നത്. ദൈവത്തിന് ഞാൻ മറഞ്ഞിരിക്കില്ല. ഞാൻ ആരാണ്?
ഉത്തരം അസ്ഥിക്കൂടം. സങ്കീർത്തനങ്ങൾ 139:15. താങ്ക്സ് ഫോർ വാച്ചിങ്.